ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇറ്റ്സ് മീ അഖിൽ സതീഷ് ആൻഡ് വെൽക്കം ടു അഖിൽ സതീഷ് വേൾഡ്. കീം വിദ്യാർത്ഥികൾ, ഇനിയുള്ള 10-12 ദിവസം എങ്ങനെ പണിയെടുത്താൽ, എന്ത് പഠിച്ചാൽ, ഏത് പഠിച്ചാൽ, എത്രത്തോളം പഠിച്ചാൽ, എത്ര സമയം പഠിച്ചാൽ നിങ്ങൾക്ക് നിങ്ങൾ ആഗ്രഹിക്കുന്ന പോലെ നിങ്ങളുടെ പാരൻസിനെയും വീട്ടുകാരെയും ഉൾപ്പെടെ പ്രൗഡാക്കുന്ന രീതിയിൽ അവസാന സമയത്ത് പഠിച്ചുകൊണ്ട് ഉയർന്ന റാങ്ക് നേടിച്ച് നിങ്ങൾക്ക് നമ്മുടെ കേരളത്തിൽ തന്നെ ഗവൺമെന്റ് സീറ്റുകളിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന സബ്ജക്റ്റ് ബ്രാഞ്ചുകൾ പഠിക്കാം എന്നത് തന്നെയാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. സോ ഗൈസ്, കീമുമായി ബന്ധപ്പെട്ട എല്ലാവിധ അപ്ഡേറ്റുകൾക്കും ഇനി അങ്ങോട്ടുള്ള സ്റ്റഡി ടിപ്സും കംപ്ലീറ്റ് ആയിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോ. കാരണം ഇനി അങ്ങോട്ട് വരാൻ പോകുന്നത് നിങ്ങളുടെ കീം ഡേയ്സ് ആണ്. അത് കഴിഞ്ഞിട്ട് തീരുന്നില്ല. നിങ്ങളുടെ കീം പരീക്ഷ കഴിഞ്ഞാൽ പിന്നീടാണ് റാങ്ക് പ്രഡിക്ഷൻ വരുന്നത്, അലോട്ട്മെന്റിന്റെ കാര്യങ്ങൾ വരുന്നത്, ഓപ്ഷൻ രജിസ്ട്രേഷൻ വരുന്നത്. അങ്ങനെ എല്ലാ പ്രക്രിയകളും കഴിഞ്ഞ് ജൂലൈ ആകുമ്പോൾ മാത്രമാണ്, അല്ലെങ്കിൽ ആ ഒരു സമയമാകുമ്പോൾ മാത്രമാണ് നിങ്ങൾ അർഹതപ്പെട്ട കോളേജുകളിലേക്ക് അവസാനം അഡ്മിഷൻ നേടുന്നത്. ഞങ്ങൾ തരുന്ന ഉറപ്പ്, ആ ഓരോ പ്രക്രിയയിലും നിങ്ങളോടൊപ്പം നിങ്ങളുടെ കൈ പിടിച്ച് നിങ്ങൾക്ക് താങ്ങായിട്ട് സംശയങ്ങൾക്ക് ഉത്തരങ്ങളുമായിട്ട് പുതിയ പുതിയ വീഡിയോകളുമായിട്ട് മെന്റർഷിപ്പുമായിട്ട് ഞങ്ങൾ കൂടെ ഉണ്ടാകുമെന്നുള്ളതാണ്. ഞാൻ ഈ പറയുന്നത് കീം പരീക്ഷ ഒരു തരത്തിലുള്ള പ്രിപ്പറേഷനും ഇല്ലാതെ ആദ്യ ചാൻസിൽ തന്നെ എഴുതി വിജയിച്ച് CET പോലൊരു കോളേജിൽ അഡ്മിഷൻ മേടിച്ചതിന്റെ കോൺഫിഡൻസിൽ കൂടിയാണ്. അതുകൊണ്ട് ആ തരത്തിലുള്ള മെന്റർഷിപ്പ് അല്ലെങ്കിൽ കൂടുതൽ സപ്പോർട്ട് എനിക്ക് നിങ്ങൾക്ക് തരാൻ കഴിയുമെന്ന ആത്മവിശ്വാസം കൊണ്ട് നിങ്ങളുടെ സീനിയേഴ്സിനോട് ചോദിച്ചാൽ മതി. ഇപ്പൊ KTU ഉൾപ്പെടെ പഠിക്കുന്ന ഒരുപാട് വിദ്യാർത്ഥികളോട് ചോദിച്ചാൽ മതി. അപ്പൊ നമുക്ക് കാര്യത്തിലേക്ക് കടക്കാം. ഏപ്രിൽ 13-ാം തീയതിയാണ് ഡേറ്റ് എങ്കിലും നിങ്ങൾക്ക് അഡ്മിറ്റ് കാർഡൊക്കെ വരുമ്പോൾ മനസ്സിലാവും ഏപ്രിൽ 17 ആയിരിക്കും പലർക്കും ഫസ്റ്റ് ഷെഡ്യൂൾ തുടങ്ങുന്നത്. അപ്പോൾ നിങ്ങൾ ഫാർമസി എഴുതുന്നവരുണ്ടാകും, എഞ്ചിനീയറിംഗ് എഴുതുന്നവരുണ്ടാകും, അതല്ലെങ്കിൽ മെഡിക്കൽ റിലേറ്റഡ് ബാക്കി ആർക്കിടെക്ചർ ഉൾപ്പെടെ അപ്ലൈ ചെയ്തവരുണ്ടാകും. സംഭവം ഒന്നുമില്ല. ഡീറ്റെയിൽഡ് സ്റ്റഡി പ്ലാനൊക്കെ നമ്മുടെ കമ്മ്യൂണിറ്റി വഴി ഞാൻ അപ്ഡേറ്റ് ചെയ്യാം. പക്ഷെ ഇപ്പോൾ ഞാൻ ഈ പറയുന്ന 3 കാര്യങ്ങൾ നിങ്ങൾ ഫോക്കസ് ചെയ്യുക. അത് മാത്രമായിരിക്കണം ഫോക്കസ്. ഒരു ദിവസം എത്രത്തോളം നിങ്ങൾ പഠിക്കണം എന്നത് അതിനെ ആശ്രയിച്ചിരിക്കും. ഈ വീഡിയോ കാണുന്നവരിൽ റിപ്പീറ്റേഴ്സ് ഉണ്ടാകും. ഏതെങ്കിലും ഒരു ആപ്പ് എടുത്ത് വെച്ച് അല്ലെങ്കിൽ ഒരു പ്ലാറ്റ്ഫോം വഴി ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ വഴി ഒരു വർഷത്തെ റിപ്പീറ്റർ കോഴ്സ് ചെയ്തവരാണ് എങ്കിൽ നിങ്ങൾക്ക് അറിയാമായിരിക്കും ഇനി എന്ത് ചെയ്യണം. അവസാന വട്ടത്തെ റിവിഷനാണ്. അതല്ല, +2 എക്സാം കഴിഞ്ഞു, കീം എഴുതിയെടുത്ത് ഫസ്റ്റ് ചാൻസിൽ തന്നെ നല്ലൊരു കോളേജിൽ അഡ്മിഷൻ നേടണം, ക്രാഷ് ആയിട്ട് പഠിക്കണം എന്നൊക്കെയാണ് എങ്കിൽ നിങ്ങൾ ഒരു പക്ഷേ ക്രാഷ് ബാച്ചിൽ ജോയിൻ ചെയ്തിട്ടുണ്ടാവും. അതല്ല എങ്കിൽ കൃത്യമായിട്ട് നിങ്ങൾ സിലബസ് മനസ്സിലാക്കുക എന്നുള്ളതാണ്. ഇന്നത്തെ ദിവസം മുഴുവൻ നിങ്ങൾ സിലബസ് മനസ്സിലാക്കുക. അറ്റ്ലീസ്റ്റ് എന്ത് ചെയ്യുക, കെമിസ്ട്രി, ഫിസിക്സ്, മാത്സ്, അത് ഫാർമസിക്കാർക്ക് ഡിഫറെന്റ് ആണ്. സാധാരണ ഒരു എഞ്ചിനീയറിംഗ് കാര്യം എടുക്കുകയാണെങ്കിൽ കെമിസ്ട്രിയിൽ എന്തൊക്കെയാണ് ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സ്, ആ ഒരു സിലബസ് ഇൻ കേസ് നിങ്ങൾക്ക് ഇല്ല എങ്കിൽ നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ ഇന്ന് 7 മണിക്കകത്ത് തന്നെ അപ്ഡേറ്റ് ചെയ്യാം. ഒന്നുകൂടി ആ ലിങ്ക് ഞാൻ ഷെയർ ചെയ്യാം. അപ്പോൾ വാട്സാപ്പ് കമ്മ്യൂണിറ്റിയാണ്, എല്ലാവരും നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് ഉണ്ട്, ജോയിൻ ചെയ്യുക. അപ്പോൾ ആ സിലബസിൽ നിന്ന് കെമിസ്ട്രിയിൽ എന്തൊക്കെയാണ് ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സ്, ഫിസിക്സിൽ എന്തൊക്കെയാണ്, മാത്സിൽ എന്തൊക്കെയാണ് കൃത്യമായിട്ട് മനസ്സിലാക്കുക. വേറൊരു കാൽക്കുലേഷൻ നിങ്ങളുടെ ഉള്ളിൽ ഉണ്ടായിരിക്കണം. ഒന്ന്, +2 തങ്ങൾക്ക് PCM എത്ര മാർക്ക് കിട്ടും എന്നുള്ളതാണ്. ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ്. അത് 5:3:2 ആ 300-ൽ എത്ര മാർക്ക് കിട്ടും. ഞാൻ ഈ പറയുന്നത് കീം 2 സെക്ഷനാണ്. ഒന്ന്, നിങ്ങളുടെ +2 മാർക്ക് 300-ലേക്ക് കൺവേർട്ട് ചെയ്യും. രണ്ടാമത്തേത്, നിങ്ങൾ എഴുതാൻ പോകുന്ന മാർക്ക് ഉണ്ടല്ലോ, 150 ക്വസ്റ്റ്യൻ ഉണ്ട്. ഓരോ ക്വസ്റ്റ്യനും 4 മാർക്ക് വെച്ചിട്ടാണ്. അങ്ങനെ 600 മാർക്കിനെ നിങ്ങൾ എഴുതുന്നതിനെയും 300-ലേക്ക് കൺവേർട്ട് ചെയ്യും. ഇത് രണ്ടും കൂടി ആഡ് ചെയ്തിട്ടാണ് ഫൈനൽ എന്ത് വരുന്നത്, നിങ്ങളുടെ കീം റാങ്ക് ലിസ്റ്റ്, കീം സ്കോർ വരുന്നത്. ഓക്കെ, അതുകൊണ്ട് തന്നെ ഞാൻ പറയുന്നത്, നിങ്ങളാണ് ഫിസിക്സ്, മാത്സ്, കെമിസ്ട്രി എഴുതിയത്. അപ്പോൾ അതിൽ എത്ര മാർക്ക് കിട്ടുമെന്ന് ഇപ്പോൾ തന്നെ കാൽക്കുലേറ്റ് ചെയ്ത് വയ്ക്കുക. ഏകദേശ കണക്കാണ്. അതിനെ 5:3:2 കാൽക്കുലേറ്റ് ചെയ്ത് 300-ലേക്ക് കൺവേർട്ട് ചെയ്ത് വയ്ക്കുക. അതനുസരിച്ച് ഇനി എഴുതാൻ പോകുന്ന കീമിൽ എത്ര മാർക്ക് മേടിച്ചു കഴിഞ്ഞാൽ സാധാരണ റാങ്ക് കിട്ടും എന്നുകൂടി കാൽക്കുലേറ്റ് ചെയ്യുക. ഇവിടെയാണ് നമ്മുടെ ഓൾറെഡി നമ്മൾ ഷെയർ ചെയ്തിട്ടുള്ള കീം കട്ട് ഓഫിന്റെ പ്രാധാന്യം വരുന്നത്. കാരണം കഴിഞ്ഞ വർഷം കീമിൽ എത്ര സ്കോർ വരെ മേടിച്ചവർക്ക് അഡ്മിഷൻ ഗവൺമെന്റ് സീറ്റുകളിൽ കിട്ടിയിട്ടുണ്ടെന്ന് നോക്കാം. അതനുസരിച്ച് നിങ്ങൾക്ക് ഓൾറെഡി 300-ൽ +2 സ്കോർ അറിയാം. അപ്പോൾ കീമിൽ എത്ര സ്കോർ കാൽക്കുലേറ്റ് ചെയ്യുക, അതിന് എത്ര ആൻസർ റൈറ്റ് ആക്കണമെന്ന് കാൽക്കുലേറ്റ് ചെയ്യുക. സിമ്പിളാണ്. ഇനിയാണ് നമ്മുടെ സിലബസിലേക്ക് വരുന്നത്. അതിൽ നിന്നുള്ള ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സ് നിങ്ങൾ തന്നെ ഐഡന്റിഫൈ ചെയ്യുന്നത് ഒരുപാട് ടൂളുകളുണ്ട്. ആ ഫോക്കസ് ടോപ്പിക്സ് കിട്ടിക്കഴിഞ്ഞാൽ പിന്നീട് ഒന്നും ചെയ്യേണ്ട. അവസാന സമയത്ത് A to Z റിവൈസ് ചെയ്യാൻ നിങ്ങൾക്ക് സമയമില്ല. ഒരേ ഒരു കാര്യം ചെയ്യുക, PYQs എടുക്കുക. PYQs എടുത്തുകൊണ്ട് മാക്സിമം വർക്കൗട്ട് ചെയ്യുക. ഒരു PYQ എടുത്ത് അത് മാത്രം വർക്കൗട്ട് ചെയ്യാനല്ല ഞാൻ പറയുന്നത്. ഓരോ ക്വസ്റ്റ്യൻ, ഇപ്പോൾ ഫിസിക്സിന്റെ തന്നെയാണ്, നിങ്ങളൊരു PYQ എടുക്കുന്നു, 2017 മുതലുള്ള PYQ എടുത്തു കഴിഞ്ഞാൽ ആ ഓരോ ക്വസ്റ്റ്യനെയും നിങ്ങൾ റീഫ്രെയിം ചെയ്യണം. ആ ടൈപ്പ് അത് ഏത് ഭാഗത്തു നിന്നാണ് ചോദിച്ചിട്ടുള്ളത്, അവിടെ നിന്ന് ഈ രീതിയിൽ ഏതൊക്കെ ക്വസ്റ്റ്യൻസ് ചോദിക്കാൻ സാധ്യതയുണ്ട്, മനസ്സിലാവും. അപ്പോൾ നിങ്ങൾ +2-ൽ പഠിച്ചൊരു ബേസ് ഉണ്ട് എന്ന് ഞാൻ വിചാരിക്കുന്നു.
നിങ്ങൾ സിലബസ് എടുത്ത് വെച്ച് വീണ്ടും അതിനെ ഫോക്കസ് ചെയ്ത് റിവൈസ് ചെയ്യുന്നു, അതിൽ നിന്നുള്ള PYQ നിങ്ങൾ അനലൈസ് ചെയ്യുന്നു. ഇങ്ങനെ എത്തിക്കഴിഞ്ഞാൽ നിങ്ങൾ ഒരു 5-6 ദിവസം കൊണ്ട് തന്നെ നിങ്ങൾ അറ്റ്ലീസ്റ്റ് ഒരു ദിവസം ഒരു 4 PYQ നിങ്ങൾക്ക് റിവൈസ് ചെയ്യാൻ പറ്റുമെങ്കിൽ ഒരു 25 സെറ്റോളം PYQs നിങ്ങൾക്ക് അനലൈസ് ചെയ്യാൻ പറ്റും. ഈ PYQs അനലൈസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എവിടെയാണ് ഫോക്കസ് പോയിന്റ് എന്നും എന്താണ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കേണ്ടതെന്നും മനസ്സിലാവും. അതനുസരിച്ച് നിങ്ങൾക്ക് ഒരു റിവൈസ് പ്ലാൻ ചെയ്ത് മാക്സിമം ക്വസ്റ്റ്യൻസ് വീണ്ടും സബ്ജക്ട് ഓറിയന്റഡ് ആയിട്ട് പഠിച്ചുകൊണ്ട് പോയാൽ നിങ്ങൾക്ക് എക്സാം ഹോളിൽ മക്കളെ നല്ലൊരു മാർക്ക് മേടിക്കാൻ പറ്റും. അതായത് ഫോക്കസ് ഏരിയ റിവൈസ് ചെയ്യുക, വെറുതെ എല്ലാം പഠിക്കണമെന്നല്ല. ഈ ഫോക്കസ് ഏരിയ മനസ്സിലാക്കാൻ PYQ ചെയ്യാം. തംറോൾ PYQസിലോട്ട് തുടങ്ങുക. PYQs ചെയ്തു പോകുമ്പോൾ നിങ്ങൾക്ക് ഫോക്കസ് ഏരിയ മനസ്സിലാവും. ഫോക്കസ് ഏരിയയിൽ നിങ്ങൾക്ക് ഒരു ക്ലാരിറ്റി കുറവുണ്ടെങ്കിൽ ആ ടോപ്പിക്സ് ഒന്നുകൂടി റിവൈസ് ചെയ്യാം. ടൈം എഫിഷ്യൻ്റ് ആയിട്ടാണ് ഞാൻ പറയുന്നത്. ഞാൻ ഓൾറെഡി ചെയ്തൊരു ട്രിക്ക് കൂടിയാണ്. അപ്പോൾ ഇതെങ്ങനെ ചെയ്യണം, എപ്പോൾ ചെയ്യണം, എന്ത് ചെയ്യണം എന്നൊക്കെ ഡീറ്റെയിൽഡ് സ്റ്റഡി പ്ലാനുമായിട്ട് വരാം. എല്ലാവരും സിലബസ് ഡൗൺലോഡ് ചെയ്ത് വെച്ചോ, ഫോക്കസ് ഏരിയ കണ്ട് ചെയ്ത് വെച്ചോ, റിവിഷൻ തുടങ്ങിക്കോളാം. ഓക്കെ, സോ PYQs ആണ് നിങ്ങളുടെ മുന്നിലുള്ള ഏറ്റവും വലിയ, കാരണം ചോദിച്ചതേ ആവർത്തിക്കൂ, ചോദിച്ച പോർഷനിൽ നിന്നേ വീണ്ടും ചോദിക്കൂ. ഇത് ഉറപ്പാണ്, ഉറപ്പിച്ചു വെച്ചോ. അപ്പോൾ അതിനനുസരിച്ചാണ് നിങ്ങൾ പ്രിപ്പയർ ചെയ്യേണ്ടത്. കീമുമായി ബന്ധപ്പെട്ട എല്ലാവിധ സംശയങ്ങളും നിങ്ങൾക്ക് കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താം. മാർച്ച് 1 മുതൽ നമ്മൾ കീം അപ്ഡേറ്റ്സ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഏപ്രിൽ 1 മുതൽ PYQ ഡിസ്കഷൻസുമായിട്ട് നിങ്ങളുടെ മുന്നിൽ വരാനുള്ള തീവ്ര പരിശ്രമത്തിലാണ്. സോ കാണാം ഗൈസ്, മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ചെയ്യാൻ മറക്കണ്ട. ഓൾ ദി ബെസ്റ്റ്.